ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാരെ, അതേപോലെ തന്നെ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, മറ്റു അംഗങ്ങൾ, ഇങ്ങനൊരു യാത്ര ഇവിടെ മഗ്‌രിബ് നിസ്കാരത്തിനെത്താനുള്ള കാരണം കർണാടക സ്റ്റേറ്റിൽ തന്നെ സമസ്തയുടെ കീഴിൽ ആദ്യമായൊരു ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടെ ഒരു ക്യാമ്പസ് സുള്യ താലൂക്കിലെ അജ്ജാവരയിൽ നിർമ്മിക്കാൻ പോവുകയാണ്. അതിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ ആവേശമായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മെയ് 16-ാം തീയതി നിർവഹിച്ചു. അൽഹംദുലില്ലാഹ്. അപ്പോൾ അതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശവും അതിൻ്റെ ഇമ്പോർട്ടൻസും വളരെ ചുരുങ്ങിയ സമയത്ത് നിങ്ങളെ വിവരിക്കാൻ വേണ്ടി കർണാടക ദക്ഷിണ കന്നഡ ജില്ലയിലെ ഇങ്ങേയറ്റമായ കല്ലുകുണ്ടിയിൽ നിന്ന് ജൂൺ 22-ന് ആരംഭിച്ച ഒരു യാത്രയാണ്. തൃപ്പൂർവക്ക എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ ഭാഗമായൊരു യാത്രയാണ് ഇപ്പോൾ ഇവിടെ ഈ പന്നിയ എന്നുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ സുരക്ഷിതമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. കാരണം ഭൗതിക കലാലയങ്ങളിൽ പെൺകുട്ടികളുടെ അവസ്ഥയും അവരുടെ ജീവിത ചിട്ടയും വളരെ മോശമായ നിലക്കാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരമായി സമസ്ത നേരിട്ട് നടത്തുന്ന സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഏകദേശം നല്ല വിശാലമായ ക്യാമ്പസ്, സ്ഥലമെടുപ്പ് ചെലവോടുകൂടി ഏകദേശം 3 കോടി ചെലവിൽ ഒരു വിശാലമായ ക്യാമ്പസ് അജ്ജാവരയിൽ നിർമ്മിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ഈ കർണാടകയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹോസ്റ്റൽ സൗകര്യത്തോടൊരു സ്ഥാപനമാവുന്നത്. അപ്പോൾ കർണാടകയിലെ ഓരോ നിവാസികൾക്കും അവിടെ ഹോസ്റ്റൽ പോയി വരുന്നൊരു സിസ്റ്റമല്ല, അവിടെ താമസിച്ച് പഠിക്കാനുള്ള ഒരു സിസ്റ്റമായതുകൊണ്ട് കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ, പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് നല്ല സൗകര്യത്തോടു കൂടെ പഠിക്കാൻ സാധിക്കുന്ന ഒരു ക്യാമ്പസാണ് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായ ക്യാമ്പസ് ഒരുക്കണമെങ്കിൽ എഞ്ചിനീയർ എസ്റ്റിമേറ്റ് പ്രകാരം സമസ്ത നിർദ്ദേശിക്കുന്ന ആ സുരക്ഷതയോടുകൂടെ 3 കോടി രൂപ ചെലവാണ്. ഏകദേശം 18,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള സ്ഥലമെടുപ്പ് ചെലവും കമ്പൗണ്ടും എല്ലാം കൂടി ഏകദേശം 3 കോടി രൂപയാണ് എഞ്ചിനീയർ എസ്റ്റിമേറ്റ് എമൗണ്ടായി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് ഈ ഒരു ക്യാമ്പയിനുമായി ഇന്ന് രാവിലെ കടബ പ്രദേശത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പോയ മഹല്ലുകളിലൊക്കെ മാഷാ അല്ലാഹ് നല്ലൊരു പ്രതികരണവും നല്ലൊരു സ്വീകരണവും മറ്റു കാര്യങ്ങളൊക്കെ തന്നു. കാരണം സമസ്ത നേരിട്ട് നടത്തുന്ന ഒരു സിലബസിൻ്റെ സ്ഥാപനമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പനിയ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ദീനിനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ജമാഅത്തിൽ നിന്നും അതേപോലെ തന്നെ നിങ്ങളുടെ SKSSFൻ്റെ കമ്മിറ്റികളൊക്കെ കൂടി ഈ ഒരു ക്യാമ്പയിൻ വളരെ വിജയിപ്പിച്ച് ഏകദേശം 1,500 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ്. ഈ നാടിൽ നിന്ന് അവിടെ ഒരു കർണാടകയിലെ അഭിമാന സൗധമായി ഉയർത്തുമ്പോൾ ഞങ്ങളുടെ ഈ ചെറിയൊരു നാടിൽ നിന്ന് ഒരു എമൗണ്ട് കളക്ട് ചെയ്ത് അതിലേക്ക് കൊടുക്കാൻ സാധിച്ചാൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ അതിന് സഹായിച്ചവർക്ക് വേണ്ടി പാണക്കാട്ടെ സംഘന്മാരും അതേപോലെ തന്നെ സമസ്തയുടെ മുഷാവറാംഗങ്ങളിലെ പ്രമുഖരൊക്കെ ഇതിന് സഹായിച്ചവരെ ദ്വാ ചെയ്ത വീഡിയോകളൊക്കെ ഒരു പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരിക്കാം. സഹായിക്കുന്നവരെ ദ്വാ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിരിക്കാം. ഇൻഷാ അല്ലാഹ് ഇത് നമ്മുടെ കർണാടകയിലേക്ക് ആവശ്യമായൊരു ക്യാമ്പസാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ ജമാഅത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു ലെറ്റർ നിങ്ങളുടെ ജമാഅത്തിലേക്ക് തരാം. നിങ്ങളുടെ ജമാഅത്തിൽ നിന്ന് നല്ലൊരു എമൗണ്ട് കളക്ട് ചെയ്ത് ഇൻഷാ അല്ലാഹ് സമസ്തയുടെ ഒരു സ്ഥാപനമായതുകൊണ്ട് നിങ്ങളൊക്കെ സഹകരിക്കണം. SKSF അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായ കാലമായതുകൊണ്ട് വാട്സപ്പിലൊക്കെ ഒരു കലക്ഷൻ ചെയ്ത് ഇൻഷാ അല്ലാഹ് നല്ലൊരു എമൗണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന് 1,500 എന്ന നിലയ്ക്ക് ഒരു 10 ആളെങ്കിലും ഏറ്റെടുത്താൽ, അതിന് ഫുള്ള് കഴിയുന്നുണ്ടെങ്കിൽ 1/2 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഏറ്റെടുത്ത് നിങ്ങളാൽ കഴിയുന്ന എൻ്റെ ഒരു സംഖ്യ ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവണം. മാത്രമല്ല, ഇനി സംഖ്യ തരാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആ സ്ഥാപനത്തെ നിങ്ങൾ സ്നേഹിക്കുകയും അതിന് ദ്വാ ചെയ്യുകയും അത് എത്രയും പെട്ടെന്ന് പണിത് പൂർത്തിയാവാൻ വേണ്ടി നിങ്ങളുടെ ആത്മാർത്ഥമായ ദ്വായും ഇൻഷാ അല്ലാഹ് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളിയുടെ ചുറ്റുപാട് മറപ്പെട്ട് കിടക്കുന്ന എല്ലാവരുടെയും ഖബറിലേക്ക് അതിൻ്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഒരുമിച്ച് കൂടെ വലിയൊരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സമസ്തയുടെ മൺമറഞ്ഞു പോയ ഉലമാക്കളുടെയും അതേപോലെ തന്നെ സയ്യിദന്മാരുടെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാ രോഗങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും എല്ലാ പ്രതിസന്ധികളെ തൊട്ടും അല്ലാഹു അകറ്റിത്തരുമാറാവട്ടെ. ഇതിനെ സഹായിക്കുന്നവരെ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യമൊന്ന് പരിഗണിക്കണം എന്ന് മാത്രം വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.